ഞാൻ ഇന്നിവിടെ ഒരു ചക്കൻ്റെ സദ്യ ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ ഞാനൊരു ചക്ക എടുത്തിട്ടുണ്ട്. ആ ചക്ക കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂനും മടല് ചക്കൻ്റെ കുരു എല്ലാം എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലുള്ള പച്ച തോലുണ്ടല്ലോ അത് മാത്രം നമുക്ക് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഇതാണിത്. എല്ലാവരും ഈ റെസിപ്പി കഴിഞ്ഞതിൻ്റെ കൂടെ തന്നെ ഇതിലുള്ള ഓരോ റെസിപ്പികളും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിക്കണതാണ്. അപ്പം ഈ പ്രാവശ്യത്തെ വിഷുവിന് എല്ലാവരും ഈ സദ്യ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്നും റെഡിയാക്കി എടുക്കാനും പറ്റുന്നതാണ്. സാധാരണ സദ്യ ഉണ്ടാക്കുന്ന മാതിരിയുള്ള അധികം ജോലികളും ഇല്ല. ഒറ്റയടിക്കന്നെ എല്ലാം കട്ടിങ്ങും കഴിയും. അതേപോലെ പെട്ടെന്ന് നമ്മളെ കുക്കിങ്ങും കഴിയും. ഇതിൻ്റെ ഓരോ റെസിപ്പികൾ ഇട്ട് കഴിയുമ്പോഴും അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കും കേട്ടോ. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ പായസമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ചക്കക്കുരു പുഴുങ്ങിയെടുത്ത് തേങ്ങാപ്പാലും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചക്കക്കുരു പുഴുങ്ങിയെടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ രസം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കൂട്ടാനുണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഒരു ചുളൻ്റെ 2 ഭാഗവും അടിയും മേലെയും കട്ട് ചെയ്തിട്ട് അത് നമ്മൾ അവിയലിന് ബദൽ ആണ് ഞാൻ ഈ കൂട്ടാനുണ്ടാക്കിയിട്ടുള്ളത്. ചക്കൻ്റെ നടുഭാഗം 2 സൈഡും ഞാൻ കൂട്ടാൻ എടുത്തു പറഞ്ഞില്ല, നടുഭാഗം ഈണ്ടിട്ട് പൊരിച്ചെടുത്തതാണത്. ഈ രസം സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത് ചക്കൻ്റെ മടലും കൂന് ചക്കക്കുരു വെച്ചിട്ടാണ്. മുരിങ്ങാക്കായ് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ, അത് ഓപ്ഷനിലാണ്. ഞാൻ ശ്രദ്ധ ഇല്ലാതെ ഇട്ട് പോയതാണ്. അപ്പോൾ അതില്ലാതെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ചക്കക്കുരുവിൻ്റെ സമ്മന്തിയാണ്, തേങ്ങയും ചക്കക്കുരു ഉള്ള സമ്മന്തിയാണത്. ഇതൊരു കൂട്ടുകറി ഉണ്ടാക്കിയതാണ്. മടല് കൂനും ചക്കക്കുരും വെച്ച് ഒരു കൂട്ടുകറി ഉണ്ടാക്കിയതാണ്. ഇത് കോലിഫ്ലവറൊക്കെ പൊരിച്ച് കോരുന്ന മാതിരി ചക്കക്കുരു കൊണ്ട് മസാല ഇട്ട ഫ്രൈ ചെയ്തതാണ്. ഈ ചക്കക്കുരു സാധാരണ പൊരിച്ചു കോരി മുളകും ഉപ്പൊക്കെ ഇട്ടതാണ്. പക്ഷെ ഇത് കാണുന്നത് കരിഞ്ഞു പോയതെന്ന് വെച്ചാൽ പാകം മൂപ്പിന് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇരുന്ന് മുരിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊരിച്ചു കോരുന്ന സമയത്ത് ഇത്ര മൂക്കാതെ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ശർക്കര ഉപ്പേരിയൊക്കെ ഉണ്ടാവില്ല സദ്യയിൽ, അപ്പോൾ അതിന് ബദല് ഞാൻ പഴുത്ത ചക്കയിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കിയതാണ്. ഇപ്പം ചക്കൻ്റെ റെസിപ്പിയൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിലുള്ളതാണ് ഒപ്പം വെച്ചിരുന്നത്. ഇത് ജാതിക്ക ഉപ്പിലിട്ട് വെച്ചതാണ്. ചതുർപ്പുളിയും കൈതച്ചക്കയും കൂടി ഉപ്പിലിട്ടത്, ചെറുനാരങ്ങയും ശർക്കരയും കൂടി ഉപ്പിലിട്ടത്, ഇടിച്ചക്കൻ്റെ അച്ചാർ ഇത് മുന്നേ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. നെല്ലിക്ക ഉപ്പിലിട്ടത്, പപ്പടം പൊരിച്ചത്, മുളക് പൊരിച്ചത്, ചോറ്. ഇതായിരുന്നു നമ്മളെ സദ്യ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഈ പ്രാവശ്യത്തെ വിഷുവിന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഉടനെ തന്നെ അടുത്ത ഓരോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള റെസിപ്പിയും ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങൾ എവിടെ നിന്നുള്ള ആൾക്കാരാണ് കണ്ടതെന്ന്. ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് എന്ന് ആ കമൻറ്റിൽ സ്ഥലത്തിൻ്റെ പേരൊന്ന് എഴുതണേ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരാൾ കമൻറ്റിലൂടെ പറഞ്ഞിരുന്നു നിങ്ങളെ ലിങ്കൊന്നും കിട്ടണില്ല എന്ന്. അത് ബെല്ലൈക്കൻ അമർത്താത്തത് കൊണ്ടാണ് ഞാൻ ഇടുന്ന ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.